ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളൊരു മാരേജ് റിസപ്ഷന് പോവാണ്. വേറെ ആരുടെയല്ല, എൻ്റെ ഒരു വെരി ക്ലോസ് ഫ്രണ്ടിൻ്റെ മാരേജ് റിസപ്ഷനാണ്. മാരേജ് ഓൾറെഡി ഒരു 1 day ബാക്ക് കഴിഞ്ഞു. ദെൻ റിസപ്ഷൻ പറഞ്ഞേക്കുന്നത് വൈകുന്നേരം 5 മണി മുതൽ ഒരു 9 മണി 10 മണി വരെയൊക്കെയാണ്. ടൗണിലാണെങ്കിൽ ഭയങ്കര ബ്ലോക്കാണ്. എന്തൊക്കെയോ പ്രകടനങ്ങളൊക്കെ നടക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കാണ്. ഞങ്ങൾ ലിമുക്കുട്ടീനെ എടുത്തിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, തലേന്ന് രാത്രി, അതായത് റിസപ്ഷൻ ഉള്ള ദിവസത്തിൻ്റെ തലേന്ന് രാത്രി വൈകുന്നേരം തുടങ്ങിയ മഴയാണ്. രാത്രി വരെ മഴ ഉണ്ടായിരുന്നു. സോ അതുപോലെ എന്തെങ്കിലും മഴയൊക്കെ കിട്ടിയാലോ വിചാരിച്ചിട്ട്, ബേബി ആയിട്ട് പോകുന്നതല്ലേ, വെറുതെ ബുദ്ധിമുട്ടാവണ്ട വിചാരിച്ചിട്ട് മോളെടുത്തില്ല. ഒരുപാട് നാൾക്ക് ശേഷമാട്ടോ എല്ലാവരും കാണുന്നത്. എല്ലാവരും തമ്മിൽ ഗ്രൂപ്പിൽ കണക്റ്റഡാണ്. പിന്നെ എല്ലാവരും എല്ലാവരുടേതായ തിരക്കിലുമാണ്. ഇതുപോലെ കല്യാണങ്ങളൊക്കെ വന്നാലേ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴും കുറച്ച് പേർക്കൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പുറത്ത് ജോലിക്ക് പോയ ആൾക്കാരുണ്ട്, എബ്രോഡ് ജോലിക്ക് പോയ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ പേർക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. എനിവേ, നമ്മൾ എത്തിയവരെല്ലാവരും വൈബാണ്. നമ്മൾ എത്ര ഏജായി എന്ന് പറഞ്ഞാലും നമ്മളെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിത്തം അതെല്ലാവരും കൂടി കൂടുമ്പം അതങ്ങനെ വരും. അതെന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയതാണ്. ഒരു സെറ്റ് ഓഫ് ടീം ഓൾറെഡി ഫുഡ് കഴിച്ച് കഴിഞ്ഞിരുന്നു. അടുത്തൊരു സെറ്റ് ഓഫ് ടീം കയറിയതാണ്. ഓഫ് കോഴ്സ് ബിരിയാണിയാണ്. പിന്നെ എന്താണെന്നറിയില്ല, അന്ന് എനിക്ക് ബിരിയാണി കഴിക്കാൻ കുറച്ച് കൊതി. തലവേദനയ്ക്ക് എന്തായാലും വരും, എന്നിരുന്നാലും ഒന്ന് കഴിച്ചു നോക്കാൻ ഭയങ്കരമായിട്ടൊരു പൂതി. അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി എടുത്ത് കഴിക്കുകയും ചെയ്തു. നമ്മളെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ, എല്ലാവർക്കും ഒരുപാട് കഥകൾ പറയാനും ഒക്കെ ഉണ്ട്. ഈ ഒരു ലിമിറ്റഡ് ഓഫ് ടൈമിലൊന്നും ഞങ്ങളെ കഥ, മെയിൻലി ഗേൾസിൻ്റെ കഥയൊന്നും പറഞ്ഞാൽ തീരൂല. അപ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ ഞങ്ങൾക്കൊരു മീറ്റപ്പ് വെക്കണം, വെച്ചേ മതിയാവും എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കിഡ്സിനെയൊക്കെ കൊണ്ടുവന്ന് പുതിയതായിട്ട് കല്യാണം കഴിച്ച എല്ലാവരെയും വിളിച്ച് നല്ലൊരു മീറ്റപ്പ് വെക്കണം എന്നാണ് നമ്മളെ പ്ലാൻ. ഇപ്പോഴും ആ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, എനിക്ക് ആക്ച്വലി അന്ന് കഥ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടൊന്നും മതിയായിട്ടില്ല. പക്ഷെ നമ്മളുടെ ലിമിറ്റഡ് ഓഫ് ടൈമിൽ പോയിട്ട് വരിക എന്നുള്ളതാണ് ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബേബീനെ വീട്ടിലാക്കിയത് കൊണ്ട്. വീട്ടിൽ അമ്മമ്മയും അമ്മയും കസിൻസും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളവിടെ ആക്കിയത് അവളെ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാന്നുള്ളത്. കാരണം ആൾ കുറച്ച് കുറുമ്പത്തിയാണ്. നമ്മൾ വിചാരിക്കാത്ത കുരുത്തക്കേടൊക്കെയാണ് ആൾ ഒപ്പിച്ച് വെക്കുക. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്കാണ് നമ്മളിങ്ങനെ ഒരു ഊത് അല്ലെങ്കിൽ അത്രയൊക്കെ വിൽക്കുന്നൊരു സ്റ്റോളില്ലേ, വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇതിൻ്റെ ഒരു 2-3 സ്റ്റോളുകളുണ്ട്. അധികവും വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു സ്റ്റോളിൻ്റെ അടുത്ത് നിർത്തിയിട്ട് ചുമ്മാ നല്ലത് ഏതാ വന്നത് എന്നെല്ലാം നോക്കിയിട്ട് ചിലപ്പോൾ ഒരെണ്ണം പിക്ക് ചെയ്യും. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിക്ക് ചെയ്യില്ല. അന്ന് നമ്മൾ ഉരച്ചും പിടിച്ചും ഒക്കെ നമുക്ക് ഒരു 2 ഫ്രേഗ്രൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഒന്ന് മെർജും ഒന്നൊരു ലാവൻഡർ പറഞ്ഞ ഒരു ഫ്രേഗ്രൻസാണ്. മെർജ് ഏട്ടനാണ് ഇഷ്ടപ്പെട്ടത്, ലാവൻഡർ എനിക്കാണ്. ഞാൻ പൊതുവേ ഈ ഒരു സ്പ്രേ അല്ലെങ്കിൽ ഊത് അത്ര ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല. തലവേദന വരും, മൈഗ്രെയിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്കൊരെണ്ണം വാങ്ങിച്ചു, യൂസ് ചെയ്ത് നോക്കണമല്ലോ. അവിടുന്ന് നമ്മൾ നേരെ പോയത് സുഡിയോയിലേക്കാണ്. എനിക്ക് കാഷ്വലി ഇടാൻ വേണ്ടിയിട്ടുള്ള 2-3 ഡ്രസ്സുകളൊക്കെ നോക്കേണ്ടിയിരുന്നു. ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല ടോപ്പുകളൊക്കെ 299 ഒക്കെ ഒരുപാട് നല്ല ടോപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട 2 പാൻസും 2 ടോപ്പും ഞാൻ അവിടെ നിന്ന് എടുത്തു. നമ്മൾ ഓൾറെഡി സ്റ്റുഡിയോയിൽ എത്തുമ്പം 9 മണിക്ക് ആയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഒരു 10 മണിക്കാകുമ്പോൾ ക്ലോസ് ചെയ്യും. അങ്ങനെ പെട്ടെന്ന് തന്നെ എനിക്ക് വേണ്ട ഡ്രസ്സൊക്കെ അവിടെ നിന്ന് എടുത്തു. ഒരുപാട് സമയം നിന്നാൽ ഞാൻ ഇനിയും ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഇറങ്ങാനുള്ളൊരു ഇൻസ്ട്രക്ഷൻ എനിക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ബില്ല് പേ ചെയ്ത് ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.